നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നാളികേര വില കുത്തനെ ഉയർന്നു. കിലോയ്ക്ക് 30 മുതൽ 35 രൂപ വരെയായിരുന്ന നാളികേരത്തിന് ഇപ്പോൾ 65 മുതൽ 75 രൂപ വരെയാണ് വിപണി വില. നാളികേര വില ഇത്രയധികം ഉയർന്നത് ആദ്യമായാണെന്ന് കച്ചവടക്കാർ പറയുന്നു. ഓണവിപണിക്ക് പിന്നാലെയാണ് വില കുത്തനെ ഉയർന്നു തുടങ്ങിയത്. വിലവർധന സാധാരണക്കാരായ ആളുകൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. നാളികേര വിലയിലെ വർധനവ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കാനും ഇടയാക്കി. നാളികേരത്തിന്റെയും വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളുടെയും വിലവർധന പൊതുജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. നാളികേരം നേരത്തെ ഉള്ളതിൻ്റെ ഇരട്ടി വിലയായിരിക്കുകയാണ് ഇപ്പം മൊത്തക്കാർ തരുന്നവരെ. നേരത്തെ നമുക്ക് 35 രൂപ വീതം കിട്ടിക്കൊണ്ടിരുന്ന നാളികേരത്തിന് ഇപ്പം ഏതാണ്ട് 70 രൂപയുടെ അടുപ്പിച്ച് വിലയാവും. അപ്പോൾ നേരത്തെ നമ്മൾ 12 രൂപ 15 രൂപയ്ക്കൊക്കെ നാളികേരം ഇവിടെ വിൽക്കുമായിരുന്നു. ഇപ്പോൾ അതേ നാളികേരം തന്നെ ഇപ്പം 20 രൂപ വിൽക്കുന്നു. അതേ രീതിയിൽ കൂടെ വില കൂടുതലായിപ്പോയി. അപ്പോൾ അന്നും നമുക്ക് കിട്ടുന്ന 50 പൈസ 1 രൂപ അതിനകത്ത് കിട്ടുന്നു. ഇപ്പോഴും അതേ ഉള്ളൂ. ആ രീതിയിലാണ് ഇപ്പോഴത്തെ വില. അപ്പോൾ ആളുകൾക്കിപ്പോൾ പൊതുവെ എല്ലാവർക്കും അറിയാം. ഇപ്പം നാളികേരത്തിലെ പൊതുവെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. നേരത്തെയൊക്കെ ഉള്ളവരൊക്കെ കുറച്ച് പേരൊക്കെ അയ്യോ ഞാൻ 12 രൂപയ്ക്ക് നേരത്തെ മേടിച്ചുകൊണ്ടിരുന്നതായിരുന്നല്ലോ, ഇപ്പോൾ അത് 20 രൂപയായോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അവരോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാളികേരത്തിന് ഞങ്ങൾ എടുക്കുന്ന ഈ വിലയാണ്, ഈ രീതിയിൽ നമുക്ക് വിൽക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ അവർ മനസ്സിലാകുന്നുണ്ട്. ആരും പ്രതിഷേധമുള്ളവരാരുമില്ല. അങ്ങനെ കച്ചവടം പൊതുവെ കുറവുണ്ട്. ഇതിൻ്റെ പേരിൽ ഇപ്പം 10 നാളികേരം മേടിക്കുന്ന ആൾ 2 നാളികേരം മേടിച്ചിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിക്കുകയാണ്. കച്ചവടം വളരെ മോശമുണ്ട്. കാരണം ഒന്നും അറിയാൻ വയ്യ മക്കളെ. ഇത് വെളിയിൽ നിന്ന് വരുന്നതല്ലയോ നാളികേരം, ഇവിടുത്തെ നാളികേരം ഒന്നും അല്ലല്ലോ. ഈ കൊണ്ടിറക്കുന്നവർ ആ രീതിയിൽ കൂടെ വില പിടിക്കുന്ന അവർ പറയുന്നത് ഇത് വെളിയിൽ നിന്നുള്ള വരവ് നിലച്ചിട്ടുണ്ട്, എന്തുവാ അതിൻ്റെ കാര്യമൊന്നും അറിയാൻ വയ്യ. ആകം എന്തായാലും ഭയങ്കര വിലയാണ്. നേരത്തെ ഇത് നമുക്ക് പിന്നെ ഏതാണ്ട് ഇപ്പോൾ 12 രൂപയ്ക്ക് വിറ്റ നാളികേരം നമുക്കൊരു 16 രൂപ 11 രൂപയ്ക്കൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ ആ നാളികേരം ഇപ്പോൾ അതേ നാളികേരം തന്നെ ഏതാണ്ട് ഇപ്പോൾ 20 രൂപ വിൽക്കുന്ന നാളികേരം 17 രൂപ 17,000 രൂപ 18 രൂപ വിലയാവും. പിന്നെ ഇതിനകത്ത് ഒരുപാട് നഷ്ടങ്ങൾ വേറെ വരും. ഇപ്പോൾ ഒരാൾക്ക് നാളികേരത്തിനകത്ത് ഇപ്പം 150 രൂപയുടെ ഒരു ചാക്കാണ്. ആ 150 ചാക്കിനകത്ത് ഒരു 10-15 നാളികേരം എങ്കിലും കുറഞ്ഞത് കേടായി പോകുന്നുണ്ട്. പൊട്ടിയും കണ്ണഴിയും ഒക്കെ പോകുന്നുണ്ട്. ആ നഷ്ടവും ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ പൊതുവെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു പ്രയോജനമില്ലാത്ത ഒരു രീതിയിലാണ് ഈ നാളികേര കച്ചവടം ഇപ്പം നടക്കുന്നത്. പിന്നെ ഇപ്പോൾ അതുകൊണ്ട് ചില വീട്ടാവശ്യക്കാർക്കൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവരൊന്നും നമുക്ക് വലിയ ലാഭം നോക്കാതെ തന്നെ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് മുതൽ തന്നെ കൊടുക്കുകയാണ്. കാരണം അവർ പണ്ട് പോലെ നമ്മുടെ ഇന്ന് വീട്ടാവശ്യങ്ങൾക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ലാഭമൊന്നും നമ്മൾ നോക്കാറില്ല, അല്ലാതെ കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ വ്യാപാരം പൊതുവെ വളരെ കുറവാണ്, വളരെ മോശമുണ്ട്. വ്യാപാരത്തിന് വളരെ കുറവുണ്ട്. പിന്നെ ഈ രീതിയിൽ കൂടെ വില ഇനി അങ്ങനെ പോകുമെന്നൊന്നും അറിയാൻ വയ്യ. ഇപ്പോൾ തന്നെ നാളികേരം ഇന്ന് വരേണ്ടുന്നതാണ്, നാളികേരം കൊണ്ട് തരേണ്ടുന്നവരിന്ന് വരേണ്ടുന്നതാണ്. ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയും വില കൂടുമോ എന്നുള്ള സംശയവും ഉണ്ട്. ഓണത്തിന് 35 രൂപ കിലോ ആയിരുന്നു, ഇപ്പോൾ അത് 65 രൂപയായി മാറിയിരിക്കുകയാണ്. വില ഒരുപാട് കൂടിയിരിക്കുകയാണ്. പിന്നെ വെളിച്ചെണ്ണ വില കൂടുതലാണ്, നല്ല എണ്ണയും വിളക്കെണ്ണ എല്ലാ സാധനങ്ങളും വില കൂടിയിരിക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് ഭക്തങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. നാളികേരത്തിന് പൊതുവെ എല്ലാ മാർക്കറ്റ് വില കൂടുതലാണ്. നേരത്തെ നമ്മൾ 12-15 രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 20 രൂപയായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭക്തജനങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടായിരിക്കുകയാണത്. സ്വല്പം വ്യത്യാസമുണ്ട്. അവർ സംസാരിക്കും, വില ഇത്രയും കൂടുതൽ എടുക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവർ അന്ന് സഹകരിക്കുന്നുണ്ട് അവരെല്ലാവരും. കാരണം വില കൂടാന്ന് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ തോട്ടത്തിൽ 10,000 തേങ്ങ വരുന്ന സ്ഥാനത്ത് ഇപ്പം 6,000-6,500 തേങ്ങ വരാറുള്ളൂ. പിന്നെ കൊപ്ര വില ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ടൊക്കെ പല കാരണങ്ങൾ കൊണ്ടാണ്. നേരത്തെ നമുക്ക് കിലോ 38-40 രൂപ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 58 രൂപയോളമായി. അത് ഞാൻ ഘടകചമ്പത്തിൻ്റെ അവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ്. തേങ്ങയ്ക്ക് വില കൂടി 10 12 15. തേങ്ങയ്ക്ക് കിലോയ്ക്ക് ഇപ്പം 65-70 രൂപയാണ്. ഭക്തജനങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 12 രൂപയ്ക്കൊക്കെ കൊടുത്ത് തേങ്ങ അവർ വന്നിട്ട് കറിയിച്ചൊക്കെ പോകും. എന്ന ഇതാണിപ്പോൾ. ഒരു രക്ഷയില്ല. ആരും വിധത്തിലും ജീവിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. തേങ്ങയ്ക്കൊക്കെ വില കൂടിക്കൊണ്ട് ഭക്തജനങ്ങൾ തേങ്ങയൊന്നും മേടിക്കുന്നില്ല. ഇപ്പോൾ പഴയവർ ആരും മേടിക്കുന്നുണ്ടെന്ന്.
12 രൂപ വിറ്റുകൊണ്ട് ഒക്കെ വിറ്റിട്ട് തേങ്ങയാണ് ഒറ്റയടിക്കാണ് 15-20 ആക്കിയേക്കുന്നത്. ഒരു രക്ഷയില്ലാതിരിക്കുകയാണ്. കച്ചവടമൊക്കെ വളരെ മോശമാണ്. അതിലൂടെ ഈ കാലാവസ്ഥയും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതെ അല്ലേ, എല്ലായിടത്തും ഒരേ വിലയ്ക്ക്, എല്ലാം ഒരേ വില. അല്ല ഈ കൂട്ടുകാരണം നമ്മളിപ്പോൾ നിവൃത്തി സാധനം വരാനില്ല. ഓണം കഴിഞ്ഞപ്പോട്ട് സാധനം ഇല്ല, തേങ്ങ വരുന്നില്ല. തേങ്ങ 4-5 ചാക്ക് വന്നുകൊണ്ടെന്ന് നേരത്തെ 1 ചാക്ക് 2 ചാക്ക വരുന്നത്, തേങ്ങ ഇല്ല. അതിനനുസരിച്ച് അവർ വില കൂട്ടിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ 10,000-15,000 രൂപ എടുത്തിട്ട് മേടിച്ചിട്ട് നമ്മൾ എത്ര രൂപ കൊടുക്കും? ആൾക്കാർ വന്നിട്ട് കയറിച്ച് പോകണം. എന്ന് പറഞ്ഞാൽ അവർ 12 രൂപ മേടിച്ചുകൊണ്ടിരുന്ന സാധനം 15-20 ആയിക്കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തി കൊടുക്കാൻ പറ്റൂ. അങ്ങനെയുള്ള കാര്യങ്ങളാണ്.